ഈ വെള്ളരിച്ചെടിയുടെ കൂമ്പ് ഞാൻ നുള്ളി. അതിന് കാരണം ഇന്നലത്തെ പോസ്റ്റ് കണ്ടവർക്ക് അറിയാം. ഇങ്ങനെ നുള്ളിക്കഴിഞ്ഞാൽ സൈഡിലുണ്ടാവണ ശിഖരങ്ങളിലാണ് അത്ര കൂടുതൽ കായുള്ള പൂക്കളുണ്ടാവുക. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്തു നോക്കുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ കുറേ വെള്ളരിച്ചെടികളുണ്ടായി, ധാരാളം പൂക്കളുണ്ടായി, കുറച്ചൊക്കെ കായുള്ള പൂക്കളും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൊഴിഞ്ഞു പോയതല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെടികളെല്ലാം കൃമികീടങ്ങൾ തിന്ന് നശിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ആകെ ഈ ഒരു ചെടിയേ ഉള്ളൂ. കുറച്ച് വളരുന്നുണ്ട്. കുറേ കീടങ്ങളുണ്ടായിരുന്നതായിട്ട് ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ ഞാനൊരു സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തു, അഗ്രോ പ്ലസ് ഓർഗാനിക് സ്പ്രേ. അതുകൊണ്ടാണോയെന്നറിയില്ല, നോക്കിയപ്പോൾ വലിയ കീടങ്ങളില്ല. പക്ഷേ നിലനിൽക്കുമോ അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് അടിക്കേണ്ടി വരുമോ അറിയില്ല. എന്തായാലും അടുത്ത വഴി ഇതാണ്. ഇനി നാളത്തെ പ്ലാൻ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കണം. മിക്സിയിലടിക്കാനാണ് പ്ലാൻ ചെയ്യണത്. അത് പൊടിച്ച് കഴിഞ്ഞാൽ കുമ്മായം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പുളിപ്പ് കുറയ്ക്കാൻ മണ്ണിൽ. അപ്പോൾ അത് കുമ്മായം വാങ്ങാൻ പോകാൻ ഇവിടെ വഴിയൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുക. അതിലും കാൽസ്യം ഉണ്ടല്ലോ. കാൽസ്യം കാർബണേറ്റാണ് കുമ്മായത്തിൻ്റെ ഒറിജിനൽ ഇത്തിൾ. അത് ചൂളയിൽ വെച്ച് ചൂടാക്കി കാൽസ്യം ഓക്സൈഡ് ആക്കിയിട്ടാണ് കുമ്മായം. പിന്നീട് വെള്ളം ചേർക്കുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആവും. അതാണ് കുമ്മായം. അപ്പോൾ അതൊക്കെയാണ് പഴയ കെമിസ്ട്രി പഠിച്ച കാര്യങ്ങൾ. ഈ മണ്ണിൽ അമ്ലത്വം കൂടുതലാണെങ്കിൽ, അതായത് pH കുറവാണെങ്കിൽ, സാധാരണ കാൽസ്യം കാർബണേറ്റ് അതായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഏത് അമ്ലമാണോ ഉള്ളത് അതിൻ്റെ സോൾട്ടായി മാറുന്നതാണ് കണക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മുട്ടത്തോട് കൂടി കൊണ്ടും അമ്ലത്വം കുറയാനൊരു സാധ്യത ഇല്ലേ?